കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. എം പി അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന അതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. പട്ടിക വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ആദ്യം നൽകേണ്ടത് പരിശീലനമാണ്, അല്ലാതെ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ നിന്ന് തുക നൽകരുത് എന്ന തരത്തിലൊരു പരാമർശമുണ്ടായിരിക്കുന്നു. എങ്ങനെ കാണുന്നു? അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ലോകപ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. ഒരിക്കലും അദ്ദേഹത്തെ പോലെയുള്ള ലോകമാകെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര സംവിധായകനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് പട്ടികജാതി വിഭാഗങ്ങളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും അദ്ദേഹം നടത്തിയത്. എൻ്റെ വിശ്വാസം അദ്ദേഹം അത് തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളിൽ ഭൂരിപക്ഷവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അതുപോലെ അനാഥരുടെയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുടെ ഒക്കെ പ്രശ്നങ്ങളെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം പല സിനിമകൾക്കും രൂപം നൽകിയിട്ടുള്ളതും. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അത് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകനായി മാറിയത്. ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും അതുപോലെ തന്നെ പത്മ അവാർഡ് പോലെയുള്ള വളരെ പ്രസിദ്ധമായ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകുവാൻ. അദ്ദേഹത്തിനോട് ഏറ്റവും മികച്ച കലാകാരൻ എന്ന നിലയിൽ, ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ ബഹുമാനമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളത്. അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു വലിയ സ്ഥാനമാണുള്ളത്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ കുലപതിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങേയറ്റം ബഹുമാനമാണ് സാംസ്കാരിക രംഗത്തുള്ളവരും അതുപോലെ തന്നെ പൊതുരംഗത്തും ഒക്കെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവ്, സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ അദ്ദേഹം നടത്തിയ പരാമർശം തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ കലാകാരന്മാരെ പരിശോധിച്ച് നോക്കിയാൽ അത് എല്ലാ കലാരംഗത്ത്, അഭിനയ രംഗത്ത് മാത്രമല്ല, സംവിധാന രംഗത്തായിരുന്നാലും മറ്റ് രംഗങ്ങളിലൊക്കെ ആയിരുന്നാലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് SC വിഭാഗത്തിൽ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവർക്ക് മുന്നിലോട്ട് വരാൻ കഴിയുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് പല തരത്തിലുള്ള ജാതി മേധാവിത്വമൊക്കെ ഇന്ന് സിനിമാ രംഗത്ത് വളരെയധികം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്, വംശീയമായ വിവേചനം നിലനിൽക്കുന്നത് കൊണ്ട് പല കലാകാരന്മാർക്കും മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. അവർക്ക് അവാർഡുകൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പരിശീലനത്തിന് സ്വയം അവരാർജിച്ച കഴിവിൽ നിന്നാണ് അവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിക്കാൻ സർക്കാർ സഹായം നൽകാൻ പാടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അവർക്ക് പരിശീലനം വേണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുത്തിട്ട് പരിശീലിപ്പിച്ചിട്ട് മാത്രമേ അവരെ സിനിമാ രംഗത്തേക്ക് അവർക്ക് അവസരം കൊടുക്കാവൂ എന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരു വിശ്വവിഖ്യാത ചലച്ചിത്ര സംവിധായകൻ പറയുന്നത് തീർച്ചയായും ഈ ജനവിഭാഗത്തോടുള്ള ഒരു വലിയ അവഹേളനമാണ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നിഷേധാത്മകമായ നിലപാടിൻ്റെ ഭാഗമാണ്. അത് അദ്ദേഹം തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് അദ്ദേഹം തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സതുദ്ദേശത്തോടു കൂടി നടത്തിയൊരു പരാമർശമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു പട്ടികജാതി അല്ലെങ്കിൽ വിഭാഗത്തെ മാത്രമായി മാറ്റിക്കൊണ്ടുള്ള ഈ പരാമർശങ്ങൾ അത് ഒരു നല്ല രീതിയാണോ? ഇല്ല, പരിശീലനം കൊടുക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കണം. അത് ഈ രംഗത്ത് പരിശീലനം ആവശ്യമാണെങ്കിൽ, പുതുതായി കടന്നു വരുന്നവർക്ക് പരിശീലനമാണെങ്കിൽ, ആരാണോ കടന്നു വരുന്നത് അവരുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവർക്കും പരിശീലനം കൊടുക്കണം. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് പരിശീലനം ആവശ്യമുള്ളത് പട്ടികജാതിക്കാർക്കാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നതാണ് പ്രശ്നം. അത് അദ്ദേഹം എടുത്തു പറയുമ്പോൾ ഒരു വിഭാഗത്തിനും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് ഒരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത്. അവർക്കതിനുള്ള കഴിവില്ല, അതിനുള്ള പ്രാപ്തിയില്ല, അതിനുള്ള അവർക്ക് അതിനുള്ള വാസനയില്ല. അങ്ങനെയുള്ളവരാണ് ഈ രംഗത്ത് വരുന്നത്. അങ്ങനെ വരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിശീലനം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ
അവിടെ ഒരു വംശീയമായ വിവേചനം കടന്നു വരുന്നുണ്ട്. അതിന് പകരം അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അവിടെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു പരിശീലനം കൊടുക്കാൻ കൂടി സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം വരത്തില്ലായിരുന്നു, ആർക്കും അതിനകത്ത് എതിർപ്പുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ SC വിഭാഗത്തെ മാത്രം പട്ടികജാതി വിഭാഗത്തെ മാത്രം ആ ഒരു കണ്ണുകൊണ്ട് അദ്ദേഹം കാണാൻ തയ്യാറായതിനെയാണ് ഇത് വിമർശിക്കപ്പെടുന്നത്, വിമർശനത്തിന് വിധേയമായിരിക്കുന്നത്. അത് അദ്ദേഹം തീർച്ചയായും തിരുത്തണമെന്നാണ് ഞാൻ ആവർത്തിച്ച് എല്ലാ ബഹുമാനത്തോടും കൂടി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക. കലാ സാംസ്കാരിക രംഗമാണ് എപ്പോഴും ജനങ്ങളിൽ ഒരു സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് ഉണ്ടാകുന്ന ഇത്തരം മറുപടികൾ ശരിക്കും അവരുടെ മനോനിലകൾ മാറേണ്ട സമയമായില്ല? തീർച്ചയായിട്ടും. കാരണം ഇന്ന് സിനിമാ ലോകത്ത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തും സിനിമാ ലോകത്തും വളരെയധികം അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പട്ടികജാതി വിഭാഗം. എന്നാൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, വളരെ ടാലൻറ്റഡായ ആളുകളുണ്ട്, ഏറ്റവും നല്ല സംവിധായകന്മാരും. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം നേരിടുന്ന വംശീയമായ വിവേചനം സിനിമാ രംഗത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കലാഭവൻ മണിക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവഗണനയും ഏറ്റവും കൂടുതൽ ജാതീയമായ വിവേചനവും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തുമാണ്. ഇപ്പോൾ സംവിധായകന്മാർ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുമ്പോൾ, നടീനടന്മാർ തീരുമാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇവരൊക്കെ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല കലാകാരന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ ഈ വിഭാഗത്തിലുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കാതിരിക്കും. അവിടെയൊക്കെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഈ കാസ്റ്റിങ്ങിലും മറ്റുമൊക്കെ അഭിനേതാക്കളൊക്കെ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിവുള്ളവരെ അവസരം കൊടുക്കാതിരിക്കും. ഒരു വലിയ ആണ് ഘടകമായി വരുന്നു. അത് മലയാള സിനിമയിലുണ്ട്. പലപ്പോഴും കലാഭവൻ മണി പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല സാഹിത്യകാരന്മാരും എഴുത്തുകാരും സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലെനിൻ രാജേന്ദ്രനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ കാര്യത്തിൽ അവഗണന അനുഭവിച്ചവരാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന ഈ വിവേചനം, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഈ വിഭാഗത്തോടുള്ള ഒരു വിവേചനം നിലനിൽക്കുന്നത്, അത് തീർച്ചയായും കേരളം ഒരു നവോത്ഥാനത്തിന് മുന്നേറ്റം നൽകിയൊരു സംസ്ഥാനമാണ്. അവിടെ ഈ സാംസ്കാരിക രംഗത്തും സിനിമാ ലോകത്തും ഇത്തരത്തിലുള്ള അവഗണനകൾ അവസാനിപ്പിച്ച് നല്ല കലാകാരന്മാരും നല്ല സാഹിത്യകാരന്മാരും ഈ വിഭാഗത്തിലുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഭരണാധികാരി മാത്രമേ ഇവരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രി സജി ചെറിയാൻ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല, ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും ഉയരേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മന്ത്രി നടത്തിയ ആ ഒരു പരാമർശം, അതായത് ഇതിനെ വിവാദമാക്കേണ്ടതില്ല എന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വിവാദം ആരും ഉണ്ടാക്കിയതല്ലല്ലോ. വിവാദം പ്രസംഗിച്ചപ്പോൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ്. അദ്ദേഹത്തിന് അതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തുകയാണ്. പക്ഷേ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, അത് അദ്ദേഹം പറഞ്ഞത് ശരിയായ രീതിയിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മന്ത്രി സജി ചെറിയാനെ പോലെയുള്ള സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തീർച്ചയായും ഈ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ മന്ത്രി സജി ചെറിയാനെങ്കിലും സർക്കാർ നടത്തിയ ഒരു സിനിമാ കോൺക്ലേവിൽ അങ്ങനെ ഒരു പരാമർശം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തുണ്ടായതിൽ സർക്കാർ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഇത് ബാധിക്കപ്പെട്ട, ഇതിൽ അപമാനിതരായ, അവിടെ പുഷ്പവതി മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു സമൂഹമാകമാനം അപമാനിതരായിരിക്കുന്ന സാഹചര്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറാകുന്നെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ട ആളാണ് മന്ത്രി സജി ചെറിയാൻ. അതുകൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം അദ്ദേഹവും കൂടി അടൂർ ഗോപാലകൃഷ്ണനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് അങ്ങേയറ്റം
ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.